വലിയ മീനെ പിടിച്ചതുണ്ടോ? ഞാൻ ചവിട്ടി പിടിച്ചേക്കുക. എടാ അനിയനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നൂല. ചെറിയൊരു മഴ പെയ്തുകൊണ്ട് വീടിൻ്റെ ബാക്കിലുള്ള തോട്ടിൽ നല്ല കലക്കൽ വെള്ളം. നമുക്ക് അപ്പുറത്തുള്ള ആദിവാസി ഊരിലേക്ക്, ഇവിടെ ഒരു ആദിവാസി ഊരുണ്ട്, ഒരു 67-70 കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്ലാന്റേഷനായിരുന്നു, തേക്കും പ്ലാന്റേഷനായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനായിട്ടൊരു ചെങ്ങാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ വെള്ളത്തിൻ്റെ നടുക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു പഴയ ഇതിരിക്കുന്നുണ്ടായിരുന്നു, ഒരു ചൂണ്ട ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും കലക്കൽ വന്നാലേ ചൂണ്ടയിട്ട് കുറച്ച് മീൻ കിട്ടുമെന്നൊന്ന് നോക്കാം. കടലിലൊന്നും നമുക്ക് പോയി ചൂണ്ടിടാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ മറ്റേ ടൈപ്പ് ചൂണ്ടയില്ല, നോർമൽ നാട്ടിൻപുറത്തുകാരുടെ ചൂണ്ട. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിനാദ്യം വേണ്ടത് എരം പിടിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിവിടെ കുഴിച്ച് കുറച്ച് മണ്ണിര കിട്ടുമെന്ന് നോക്കാം. എല്ലാം ചെറിയ ചെറിയ ഇതാണ്. അത്യാവശ്യം ചൂണ്ടയിൽ കോർക്കാൻ പാകത്തിന് വെളുപ്പമുള്ളതെങ്കിലും കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതും ചെറുതാണ്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുള്ളൊരുത്തിന് ഒരു ചെറിയ പീസാണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി മണ്ണിനടിയിൽ എവിടെയും പോയിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, തൽക്കാലം ഒന്നിടാനിത് മതി. ചൂണ്ടക്കുളത്തൊക്കെ അല്പം ഇതായി, തുരുമ്പായി. ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെ നൈസായിട്ട് സ്ലിപ്പായി പോകണം. കോർക്കുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കോർക്കാം. അതിലൊക്കെല്ലാം അതിൻ്റെ ഒരു ഇതായി. നമുക്കിപ്പോൾ ഇവിടെ ഇടാം, ഈ കെട്ടിനോട് ചേർന്നിട്ട്. ഇവിടെ ആകുമ്പോൾ അധികം ഒഴുക്കില്ലാത്തതുകൊണ്ട്, ഒഴുക്കുണ്ട് നല്ല, പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഒഴുക്കില്ലാത്തതുകൊണ്ട് മീനൊക്കെ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കും. നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം, കൊത്തണ്ടോന്നുള്ളൂ. എന്തോ കൊത്തി ഇതുണ്ടോ, അതിൻ്റെ പകുതി കടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളൊരു ചെറിയ കഷ്ണം കൂടി പിടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കോർത്തിട്ട് ഫുള്ളാക്കി ഇടാം. നമുക്ക് ആദ്യം നമ്മുടെ ചൂണ്ടേന്ന് ആദ്യം നമ്മുടെ കൊത്തിക്കൊണ്ട് പോയാൽ ഇങ്ങനെ കിട്ടുമെന്ന് നോക്കാം. നമ്മളതല്ലേ ഇവിടെ നല്ല കൊത്തുള്ള സ്ഥലം, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെ സ്ഥിരം പിടിക്കുന്നത് ഒരു നേരം പോക്കല്ലേ. സന്ധ്യ സമയത്ത് നീ നല്ലപോലെ കൊത്തും. എന്താ അതിൻ്റെ ടെക്നിക്കെന്ന് അറിയില്ല. ഈ നേരത്തായിരിക്കും നീ ഫുഡ് കഴിക്കാൻ അറിയുന്ന സമയം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. മുകളിലേക്കൊക്കെ തെങ്ങ് ഇത് ഓലയൊക്കെ വീഴാറായി കിടക്കും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി സേഫായിട്ട് ഒതുങ്ങി നിൽക്കാം. ഇവിടെ കൊത്തുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് കൊത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് പൊക്കാം. അതാ ഇത് കണ്ട, ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഇതെന്താ ഐറ്റ്, ഇതെന്ത് മീനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിനാണ് ഈ തളമ്പൻ എന്ന് പറഞ്ഞ സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൊത്തിയത് നമ്മൾ അറിഞ്ഞു പോലുമില്ല. നമ്മൾ ചുമ്മാ അങ്ങ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടതാണ് ഇതിങ്ങനെ. ഇത് വിഴുങ്ങി കഴിഞ്ഞിട്ട് അങ്ങ് വിഴുങ്ങുള്ളൂ. പക്ഷെ തീരെ കുഞ്ഞാട്ടോ അത്. നമുക്ക് ആദ്യം കിട്ടിയ മീനാണിത്, ഒരു തളമ്പ കുഞ്ഞ്. അതാ ഒരു മണ്ടൻ ചില്ലൻകുരിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് പറയുന്നത് ചില്ലൻകുരി എന്ന് പറയും. സൗണ്ട് ചെയ്തു. എന്താ അവൻ്റെ ഓട്ടം നോക്ക്. ഓ, നമ്മുടെ മീൻ, നമ്മൾ വലിയ മീനെ പിടിച്ചതുണ്ടോ? ഞാൻ ചവിട്ടി പിടിച്ചേക്കുക. ഇതൊക്കെ പുള്ളീനെ വലിച്ച് പൊക്കാൻ്റെ ഇടയ്ക്ക് ചൂണ്ടയും പൊട്ടിച്ച് പുള്ളി പുറത്തിയാടി. പക്ഷെ നമ്മളിത് അതിനെ ചവിട്ടി പിടിച്ചേക്കും. ഇത് എങ്ങനെയും പിടിച്ചോണ്ട് പോകാനായിട്ട്. പണ്ടാറ് പേടിയാവുന്നുണ്ടല്ലോ ദൈവമേ ഇതിനെ പിടിച്ചോണ്ട് പോകാനായിട്ട്. എടാ അനിയനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നൂല്ല. ഓ, അവനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നൂല്ലല്ലോ. ഡാ അപ്പോ കൈ പിടിച്ചിട്ട് കിട്ടില്ല. ചെരുപ്പ് വെച്ച് മൂട്ടിയിട്ട് കല്ല് വെച്ച് തെറ്റി വെച്ചേക്കോ. പിടിക്കാനും പേടിയാവേണ്ടത്. യെസ്, പിടിച്ചു. ഇതാണ്
പഠിക്കലുണ്ട്. അപ്പോൾ മുഴുവൻ ഉണ്ട് അവിടെ. ഇന്ന് നമുക്ക് കിട്ടിയ ചൂണ്ടൽ കിട്ടിയ ചൂണ്ട പൊട്ടിച്ച് ചാടിയതാണ്, പക്ഷെ പിടിച്ചവനെ